ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മുടെ പ്രകൃതിയെ കണ്ട് മനസ്സിലാക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല. ഏത് സ്ഥലത്ത് പോയാലും ഏത് അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടാലും സൗന്ദര്യമുള്ള വസ്തുക്കൾ കണ്ടാലും ആരും ആരെക്കുറിച്ചും അത് ആലോചിക്കാറില്ല. ഈ പ്രകൃതിയെ ഇത്രയും മനോഹരമാക്കാൻ ഭഗവാൻ അല്ലാതെ വേറെ ആർക്കും കഴിയില്ല എന്നുള്ള സത്യം നമുക്ക് നന്നായിട്ടറിയാം. ഒരു പൂ തന്നെ എടുത്താൽ അതിൻ്റെ കളറ് എന്തൊരു ഭംഗിയാണ്, അതിൻ്റെ മണം, അത് വിടരുന്നതിൻ്റെ രീതി എല്ലാം ഒന്ന് ആലോചിച്ചേ പറ്റുള്ളൂ. ഒന്ന് ആലോചിക്കും തോറും അതിൽ നിന്നും കിട്ടുന്ന അറിവ് നമുക്ക് വളരെ വലുതാണ്. പൂവിൻ്റെ കാര്യം മാത്രമല്ല, മൃഗങ്ങളുടെ കാര്യം മാത്രമല്ല, പക്ഷികളുടെ കാര്യം മാത്രമല്ല, അതിൻ്റെ ഓരോ പക്ഷികൾക്കും അതിന് നൽകുന്ന നിറം, ഓരോ പൂക്കൾക്കും നൽകുന്ന നിറം, പൂവിൻ്റെ മണം എല്ലാം നമ്മൾ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ, ഒത്തൊരുമയോടെ അത് നോക്കിയെടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന അത്ഭുതകരമായ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ആ പ്രവർത്തനം ആർക്കും ചിന്തിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭഗവാന്റെ സൃഷ്ടിയുടെ ആഴവും പരപ്പും. നമുക്ക് ആർക്കും ഭഗവാനെ പഠിക്കാൻ കഴിയില്ല, ഭഗവാനെ പഠിപ്പിക്കാനും കഴിയില്ല. നമ്മൾക്ക് പഠിക്കാൻ കഴിയും, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഈ അത്ഭുതങ്ങൾ എല്ലാ തലത്തിലും ഉള്ളതാണ്. അത് നിങ്ങൾ ചേർത്ത് പിടിക്കുക, ഓർത്തെടുക്കുക, കണ്ട് ആസ്വദിക്കുക. എല്ലാ ഭാഗ്യവും എല്ലാവർക്കും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും. അതിനുള്ള അവസരങ്ങളെല്ലാം ഉണ്ട്. ഈ മഹാഭാഗ്യം വേണ്ടുവോളം ആസ്വദിച്ച് ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, നന്മയിലൂടെ ജീവിക്കുക. എല്ലാവർക്കും ഈ മഹാഭാഗ്യം വേണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.